ഗുഡ് മോർണിംഗ്. രാവിലെ ഒറ്റയ്ക്കാ? ഞാനും കൂടെ സഹായിക്കട്ടെ? വേണ്ട, ഓൾമോസ്റ്റ് പണിയൊക്കെ കഴിഞ്ഞു. എൻ്റെ ഓഫീസിലെ ആകാശില്ലേ, അവൻ പറയാ ചേട്ടൻ്റെ വൈഫ് ഇന്ദു ചേച്ചി എന്ത് അടിപൊളിയാണ്, എത്ര കൂട്ടാണ് രാവിലെ ഉണ്ടാക്കി തരണേ. അതൊക്കെ എൻ്റെ ഒരു സന്തോഷമല്ലേ? ശരിയാ അവൻ പറഞ്ഞത്. തന്നെ പോലെ ഒരാളെ എനിക്ക് കിട്ടണതേ അതെൻ്റെ ഭാഗ്യം തന്നെയാണ്. താൻ എൻ്റെ അമ്മയെ അച്ഛനെയൊക്കെ സ്നേഹിക്കണത് കാണുമ്പോഴേ എനിക്ക് എന്ത് സന്തോഷമാണെന്നറിയോ. മതി മതി, കുഞ്ഞു ഉറങ്ങുവാണോ? അതെ. മോളെ അച്ഛനൊരു കട്ടൻ ഇട്ട് തരാം. ഇപ്പൊ എടുക്കാവേ അച്ഛാ. അച്ഛന് ചായ കൊടുത്തില്ലായിരുന്നോ? കൊടുത്തായിരുന്നു. അമ്മ അമ്പലത്തിൽ പോകുന്നതിന് മുമ്പ് അച്ഛന് ചായ കൊടുത്തിട്ടാ പോയത്. എടാ നിനക്ക് ഇന്ന് ഓഫീസിൽ പോകണ്ടേ? പോണോ അച്ഛാ? പിന്നെ എവിടെ കിടന്ന് ഇറങ്ങിക്കുന്നത്? പൊയ്ക്കൂടെ? അല്ല, ഞാനൊരു ചായ കുടിച്ചിട്ട് പോവാന്ന് വിചാരിച്ചു. ഞാൻ പോയി ഇറങ്ങിയിട്ട് വരാം. ചേട്ടാ ഷർട്ട് ബെഡിൽ വെച്ചിട്ടുണ്ടേ. അതൊക്കെ അവൻ നോക്കിക്കോളും. നീ അച്ഛനൊരു കട്ടൻ ഇട്. ചായ തിളച്ച്. അയ്യോ, അമ്മയുടെ പൊന്ന് കരയല്ലേ? വാ വാ വാ, അമ്മ വന്നല്ലോ. കരയല്ലടാ, വന്നില്ലേ? അമ്മ വന്നില്ലടാ. പാലരാവേ കുഞ്ഞിന്, പാലരാവേ. എവിടെ ആയിരുന്നേ? രാവിലെ അമ്പലത്തിലാന്ന് പറഞ്ഞൊരു പോക്ക് പോകും. ഒരു ഗ്ലാസ് വെള്ളം വേണം, ഞാൻ 6:30 കാല് പിടിക്കണം. ഇന്ദുവിടെ ഉണ്ടായിരുന്നല്ലോ, നിങ്ങൾക്ക് അവളോട് ചോദിച്ചുകൂടായിരുന്നോ? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. മോന്റെ ഭാര്യ ആയതുകൊണ്ട് ഞാൻ ക്ഷമിക്കുക. നീ പോയപ്പോ കൊച്ചിനെ എടുത്തോണ്ട് റൂമിൽ കയറിയതാ. നീ പോയിച്ചിരി വെള്ളം എടുത്ത് വെച്ചേ, എനിക്ക് കുളിച്ചിട്ട് ഒരുപാട് സ്ഥലത്ത് പോകാനുള്ളതാ. അപ്പൊ ഒന്നും നടന്നിട്ടില്ല ഇന്ന്. മോളെ ഇന്ദു, മോളെ ഇന്ദു, മോളെ ഇന്ദു, മോളെ. അമ്മ വന്നോ? നീ എന്താ വല്ലാതിരിക്കണ? നിന്റെ കണ്ണൊക്കെ വല്ലാതിരിക്കണല്ലോ. ഒന്നുമില്ല അമ്മ. അച്ഛൻ വല്ലതും പറഞ്ഞ? ഇല്ല. പിന്നെ നീ എന്തിനാ കരയണത്? അത് കണ്ണിലെന്തോ പോയതായിരിക്കും.
അമ്മക്ക് ഞാൻ ചായ എടുക്കട്ടെ? ആ ചായ ഇപ്പം വേണ്ട. കൊച്ചു ഉറങ്ങി. എന്നാ ശരി, വാതിലടച്ചോ. എന്താ അവള് പറഞ്ഞേ? അവൾ എന്തുവാ പറഞ്ഞെന്ന്? എന്തോ പറയാൻ, അവളൊന്നും പറഞ്ഞില്ല. അവൾ എന്തു പറഞ്ഞാലും വിശ്വസിക്കരുത്. സ്നേഹത്തോടെ ഇരിക്കുന്ന മനുഷ്യനെ തമ്മിൽ തല്ലിപ്പിക്കാൻ ബഹുമിടിക്കുക അവള്. അല്ല, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾ എന്തിനാണ് ആ കൊച്ചിനെ ഇങ്ങനെ അനാവശ്യം പറഞ്ഞു നടക്കുന്നത്? അവൾ എന്ത് നിങ്ങളോട് ചെയ്തു? എന്ത് ചെയ്തെന്നോ? ഞാനൊന്നുമില്ലേ, അവിടെ ഭർത്താവിന്റെ അച്ഛനല്ലേ. എന്നോടൊന്ന് സ്നേഹത്തോടെ മിണ്ടുവോ പറയുകയോ ചെയ്താൽ എന്താ അവക്ക്? നീ പോയി കഴിഞ്ഞാലുണ്ടല്ലോ, പച്ച വെള്ളം പോലും തരത്തില്ല അവൾ എനിക്ക്. അല്ലെങ്കിലും എനിക്ക് മനസ്സിലായി, നിങ്ങൾക്ക് അവൾ ഈ വീട്ടിൽ കയറിയ ദിവസം മുതൽ തുടങ്ങിയ സൂക്കേടാ. കണ്ണെടുത്താൽ കണ്ടുകൂടാ കൊച്ചിന്. അല്ല, നിങ്ങൾ അവനും അവളും കൂടെ ഇറങ്ങി വരുമ്പോ ഇതൊന്നും പറയാറില്ലല്ലോ. ഇതെല്ലാം കൂടെ എന്റെ നേര് പറയുന്നതിന്. അയ്യേ, അഴുക്ക പെണ്ണുങ്ങളെ പോലെ ഒരു പരദൂഷണ സ്വഭാവം. ഞാനായിട്ടേ ഈ വീട്ടിൽ പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ടെന്ന് കരുതിയാ ഞാൻ മിണ്ടായിരിക്കുന്നത്. ഉവ്വ്, അതെ, എന്നാ എനിക്ക് അങ്ങനെ അല്ല. ആ കൊച്ചി ഈ വീട്ടിൽ വന്ന് കയറിയ ശേഷമാണ് ഞാനൊന്ന് നടുന്നു നിൽക്കുന്നത്. ആ കൊച്ചെ, ഈ ഇത്തിരി പോകുന്ന ആ കൊച്ചിനെയും വെച്ചോണ്ടേ ഈ വീട്ടിന്റെ സകല പണിയും എടുക്കുക. ഇനി ആ കൊച്ചിനെ വല്ലതും പറഞ്ഞോണ്ടല്ലോ, ദൈവം പോലും പൊറുക്കൂല കേട്ടോ മനുഷ്യ. വയസ്സുകാലത്ത് ഓരോന്നും പറഞ്ഞുകൊണ്ട് നടക്കും. അടങ്ങി ഒതുങ്ങി ഓരോന്നും ചെയ്യാൻ. 100% പ്രകൃതിദത്തവും ശാസ്ത്രീയവുമായി നിർമ്മിച്ച ഡോക്ടർ ഫുഡ് ന്യൂട്രി നാച്ചുറൽ ബനാന പൗഡർ നമ്മുടെ പൊന്നോമനകൾക്ക് നൽകാം പ്രകൃതിയുടെ രുചിയും സുരക്ഷിതത്വവും. ഡോക്ടർ ഫുഡ് ന്യൂട്രി ബനാന പൗഡർ ഫ്രം ദ ഹൗസ് ഓഫ് ഡോക്ടർ ഫുഡ്. എന്താ അച്ഛാ? ഇല്ല, എന്റെ വെള്ള ഷർട്ട് അലക്കാൻ എടുത്തായിരുന്നു. ഇത് കൊച്ചിന്റെ തുണികളാ. ആണോ? എന്നാ മോളെ അലക്കിക്കോ, ഞാനിവിടെ നിന്നോളാം. നമുക്കൊരു കമ്പനിക്ക്. അച്ഛൻ പോയിക്കേ, എനിക്ക് അലക്കണം. പോവാൻ അതോ ഞാൻ അമ്മയെ വിളിക്കണോ? എന്നാ എനിക്കറിയില്ലടി എന്താ ചെയ്യണ്ടേന്ന്. സത്യം പറഞ്ഞ ചത്ത് കളയാൻ തോന്നുക. എൻ്റെ കുഞ്ഞിനെ ഓർത്ത് മാത്രമാണ് ഞാൻ ജീവിച്ചിരിക്കുന്നത്. നീ സുരേഷിനോട് കാര്യം പറ, അല്ലെ അമ്മയോടെങ്കിലും കാര്യം പറ. ഇതൊക്കെ അറിഞ്ഞ ആ പാവം സുരേഷ് ചേട്ടൻ തകർന്നു പോകും. ആ പാവത്തിന് അച്ഛൻ എന്ന് വെച്ചാൽ ദൈവത്തെ പോലെയാ. ഇയാൾ ഇത്രയ്ക്ക് വൃത്തികെട്ടവനാണെന്നാ ഞാൻ എങ്ങനെ ഇവരോടൊക്കെ പറയാ? പിന്നെ നീ ആ കള്ളക്കളവനെ സഹിക്കാൻ പോവാണോ? എനിക്കറിയത്തില്ല. എൻ്റെ വീട്ടിൽ പറയുവാണെങ്കിൽ കുഞ്ഞിനെയും കൊണ്ട് വീട്ടിലോട്ട് ചെന്ന് നിൽക്കാൻ പറയും. ഞാനാണെങ്കിൽ അങ്ങനെ ചെയ്യുള്ളൂ. കള്ളക്കളവന്റെ മുഖം അടിച്ചു പൊട്ടിച്ചിട്ട് ഞാൻ കൊച്ചിനെ കൊണ്ട് അവിടെ വന്ന് നിന്നേനെ. പക്ഷെ എനിക്കതിന് പറ്റത്തില്ല. സുരേഷ് ചേട്ടന് ഞാനെന്ന് വെച്ചാൽ ജീവനാ. ഇങ്ങനൊരു ജീവിതവും വിട്ടിട്ട് ഞാൻ എങ്ങോട്ട് പോവാനാ? പിന്നെ നീ ഞരമ്പനെ സഹിക്കാൻ പോവാണോ ജീവിതകാലം മുഴുവനും? നീ വിഷമിക്കാതെ. ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ പെണ്ണുങ്ങൾ കരഞ്ഞിരിക്കുകയല്ല വേണ്ടത്. നീ സുരേഷിനെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കേ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇങ്ങനെയുള്ള കളവന്മാര് പീഡിപ്പിക്കാൻ ശ്രമിക്കും. അങ്ങനെ വല്ല ഉണ്ടായി കഴിഞ്ഞാൽ നീ അയാളെ ഒറ്റയടിക്ക് അങ്ങ് തട്ടിയേക്ക്. എന്തിനും ഏതിനും നിന്റെ കൂടെ ഞാനുണ്ട്. ആ, താനെന്ന് നേരത്തെ ആണല്ലോ. സുരേഷ് ചേട്ടൻ ഫ്രീ ആണോ? ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. ഫ്രീ ആണോന്നോ? താൻ കാര്യം പറയൂ. ആ വേണ്ട വേണ്ട, ഞാൻ പറയാം. ഗുരുവായൂർ പോകണം, അതല്ലേ പറയാൻ വന്നത്. നമുക്ക് അടുത്ത ഞായറാഴ്ച തന്നെ അച്ഛനും അമ്മയും എല്ലാവർക്കും കൂടെ ഗുരുവായൂർ പോരെ? അതല്ല സുരേഷ് ചേട്ടാ. പിന്നെന്താടാ? ഇത് നമുക്ക് ഇവിടുന്ന് മാറി താമസിച്ചാലോ? താമസം മാറാനോ? എന്തിന്? താനിവിടെ ഓക്കെ അല്ലേ? അല്ല സുരേഷ് ചേട്ടാ, എടോ, എന്തുണ്ടെങ്കിലും താനൊന്ന് തുറന്നു പറ.
അത് അച്ഛൻ അച്ഛൻ എടി നീ ഇതെന്തൊക്കെയാണ് പറയണത്? നീ എൻ്റെ അച്ഛനെ കുറിച്ചാണ് പറയുന്നുള്ള ബോധം നിനക്ക് വേണം. നീ ഇനി എന്തൊക്കെ പറഞ്ഞിരുന്നാലും ഞാനിത് വിശ്വസിക്കാൻ പോണില്ല. സുരേഷേട്ടാ പ്ലീസ്, ഞാൻ പറഞ്ഞു. നീ ഇനി ഒന്നും പറയണ്ട. എനിക്ക് എൻ്റെ അച്ഛനെ നല്ല രീതിയിൽ അറിയാം. കുട്ടിക്കാലം മുതൽ എനിക്ക് എൻ്റെ അച്ഛൻ ഹീറോ ആണ്. ചിലപ്പോൾ ഒരു മോളോടുള്ള സ്നേഹമോ സ്വാതന്ത്ര്യം എന്ന പോലെ നിന്നെ ഒന്ന് തൊട്ടിട്ടുണ്ടായിരിക്കും. അതിനെ നീ ഇത്രയും വൃത്തിയായിട്ട രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്യില്ലേ? നിനക്ക് എങ്ങനെയാണ് ഇതിനൊക്കെ കഴിയണത്? ഈ നിന്നെയാണ് ഞാൻ എൻ്റെ ഭാഗ്യമായിട്ട് കണ്ടത്. ഛേ, സുരേഷേട്ടാ, ഞാനും എൻ്റെ കുഞ്ഞും ഈ വീട്ടിൽ നിന്ന് പോവുക. എന്നെ വിശ്വാസമില്ലാത്ത ഒരാൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കാലം ഇതൊക്കെ സഹിച്ചെന്ന് ഓർക്കുമ്പോഴാണ് എനിക്ക് വിഷമം. എന്തോ നിനക്കെന്തൊരു വട്ടായ? ഈ രാത്രി നിങ്ങൾ എങ്ങോട്ടാണ് പോണത്? എവിടെ പോയാലും ഇവിടത്തെക്കാളും സുരക്ഷിതമാ. എടി, എൻ്റെ ക്ഷമയെ നീ പരീക്ഷിക്കില്ലേ? എന്താടാ, എന്താ ഇവിടെ പ്രശ്നം? എന്താ മോളെ ഇത്? അമ്മ, ഞാൻ വീട്ടിലേക്ക് പോവുക. ഈ പാതിരാത്രി നീ എങ്ങോട്ടും പോകുന്നില്ല, മനസ്സിലായോ? പോയേ, റൂമിൽ പോയി കിടന്നേ. അതെ, രണ്ടുപേരും തമ്മിൽ വഴക്കുണ്ടെങ്കിലേ അത് റൂമിനകത്ത് വെച്ച് തീർക്കണം, അല്ലാതെ ഇവിടെ ഇറങ്ങിയിട്ടല്ല. അച്ഛനെങ്ങാനും അറിയാലോ. അമ്മ എന്തറിഞ്ഞിട്ടാണ് ഈ സംസാരിക്കണത്? ഞാനും അവളും തമ്മിൽ ഒരു പ്രശ്നമില്ല. അവക്കിപ്പോ ഈ വീട് മാറി താമസിക്കണം. അതിന് അവൾ കണ്ടുപിടിച്ച കാരണം എന്താണെന്ന് അറിയാമോ? അച്ഛൻ അവളുടെ അടുത്ത് അവമര്യാദയായിട്ട് പെരുമാറി. ഇങ്ങനെ ഒരു വൃത്തിയായിട്ട മനസ്സിനാണ് ഞാൻ ഇത്രയും നാൾ സ്നേഹിച്ചതെന്ന് ഞാൻ ഇപ്പം ആലോചിക്കും. എൻ്റെ അച്ഛനെ കുറിച്ച് എന്തോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയായിരിക്കും മോനെ. അമ്മ, നിന്റെ അച്ഛനെ കുറിച്ച് നിനക്ക് എന്തറിയാം? ഇത്രയും കാലം ഞാനല്ലേ അയാളുടെ കൂടെ ജീവിച്ചത്. കൂടെ കിടക്കണവർക്കേ അറിയുള്ളൂടാ രാപ്പനി എന്താന്ന്. അയാൾ കാണിക്കണ സകല വൃത്തികേടുകളും കണ്ടില്ലെന്ന് ഭാവിച്ചിട്ട് അഭിനയിച്ച് കഴിയേണ്ടി വന്ന ഗതികെട്ട ഭാര്യയാടാ. പക്ഷെ ഇന്ദുവിനോട് അയാളത് ചെയ്യുമെന്ന് ഞാൻ കരുതിയതേ ഇല്ല. നീ അവളെ വിളിച്ചുകൊണ്ട് എവിടെയെങ്കിലും രക്ഷപ്പെടും, സുഖമായിട്ട് ജീവിക്കും. അമ്മ ഇതെന്തോന്നൊക്കെയാണ് പറയണത്? അച്ഛനെ പറ്റിയാണ് അമ്മ ഇതൊക്കെ പറയുന്നത്. നിനക്ക് വിശ്വാസം വരുന്നില്ലേ? ഇത്രയും നാള് അച്ഛൻ്റെ കൂടെ ജീവിച്ച എൻ്റെ അമ്മയാ പറയുന്നത്. ഇതിൽ കൂടുതൽ ഒരു തെളിവ് നിനക്ക് വേണ്ട.
എനിക്കൊന്നും അറിഞ്ഞുകൂടായിരുന്നു. ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുന്നു. അങ്ങനെയൊന്നും പറയല്ലേ സുരേഷേട്ടാ. അമ്മ, ആ നിങ്ങൾ ഇറങ്ങിയോ? ഞങ്ങൾ അറിയണമ്മ. പോയിട്ട് വാ മോളെ. എവിടെയെങ്കിലും പോയി സുഖമായിട്ട് ജീവിക്കാം. അമ്മയ്ക്ക് അത് അറിഞ്ഞാൽ മതി. മോനെ, നിങ്ങൾ കരയണ്ട കേട്ടോ. ഭർത്താവായി പോയില്ലേ, കൊന്നു കളയാൻ പറ്റില്ലല്ലോ. നിങ്ങളെല്ലാവരും അങ്ങോട്ടാ ഈ പെട്ടിയും പ്രമാണമൊക്കെ തൂക്കിക്കൊണ്ട്? അവരിവിടുന്ന് പോവാന്ന്. മക്കളെ ഓർത്ത് മാത്രമാണ് ഞാൻ ഇത്ര നാൾ ഇത് സഹിച്ചത്. ഞാനും പോവാ പുറകെ. അതിനിപ്പോ ഇവിടെ എന്തുണ്ടായി? എന്തുണ്ടായിന്നോ? നിങ്ങളെ ദൈവത്തെ പോലെയാണ് ഞാൻ കണ്ടത്. മകന്റെ ഭാര്യ എന്ന് പറഞ്ഞതേ മകളാ. എന്നിട്ട് അവളടുത്ത് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നിയത്? എനിക്ക് നിങ്ങളെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട്. പക്ഷെ ഞാനത് ചെയ്യാത്ത എന്താണെന്നറിയോ? നിങ്ങൾ അങ്ങനെ മരിക്കാൻ പാടില്ല. ചെയ്ത പാവമൊക്കെ അനുഭവിച്ചിട്ടേ പോകാം. നിങ്ങളെയല്ല ഞാൻ ഇത്രയും നാൾ അച്ഛനെ വിളിച്ചത്. ഇപ്പൊ ഞാൻ ആലോചിച്ച് കരയുന്നത് എന്താണെന്ന് അറിയാമോ? നിങ്ങളെ മകനായിട്ട് ജനിച്ചു പോയല്ലെന്ന് ഓർത്തിട്ട്. നാളെ ഇത് കേസായ നിങ്ങളകത്താവും. അതിനവൾ മുതിർന്ന ഞാൻ അവളോടൊപ്പം ഉണ്ടാവും. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലയോ അവളെ വിശ്വസിക്കരുതെന്ന്? ഏതാണ്ടൊക്കെ ചെവിയിൽ ഓതി കൊടുത്തിട്ട് കുറ്റം പറഞ്ഞ് അവനെ കൊണ്ട് പോയത് കണ്ടില്ലയോ? വേണ്ടിപ്പോരും നിങ്ങൾ. ഞാനും പോവാ. നിങ്ങളെ നരയിക്കാൻ പോണതേ ഉള്ളൂ. അതിൻ്റെ തുടക്കം ഇത്. മനസ്സിലായോ?